ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ശരത്തിനെയും കൂട്ടി വരുന്നത് തന്നെ മഹേഷിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. പറയാൻ നീ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്തിനെയും കൂട്ടിയിട്ട് മഹേഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. മഹേഷാണെങ്കിൽ മഹേഷും ഭാര്യയും കൂടെ പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ. ഇവരെ കണ്ടപ്പോൾ തന്നെ മഹേഷ് ചോദിക്കുന്നുണ്ട്, ആ വീഡിയോ കാരണം ആകെ പ്രശ്നമായില്ലേ, വാ നമുക്ക് വീട്ടിലേക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന്. അപ്പോൾ സച്ചി പറയും, വേണ്ടടാ വേഗം പോകണം, വീട്ടിലാകെ പ്രശ്നമായിരിക്കുക, അമ്മയ്ക്കാകെ ദേഷ്യം എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ പ്രശ്നമാവാതിരിക്കോ, ആ വീഡിയോ പ്രശ്നമായത് കൊണ്ടല്ലേ നീ ആരെയും കാണിക്കാതെ അത് സുരക്ഷിതമായിട്ട് തന്നെ എടുത്തു വെച്ചിരുന്നത്. അതേടാ, അത് കാരണം ഇപ്പം ആകെ പ്രശ്നമായിരിക്കുക, ഞാൻ ഭയന്ന് തന്നെ സംഭവിച്ചു. എല്ലാവരും ആ വീഡിയോ കണ്ടു. വീട്ടിൽ അമ്മയുടെ കാര്യമാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒത്തുതീർപ്പാക്കാന്ന് വെക്കാം. പക്ഷെ പോലീസുകാർ ഇവരെ അന്വേഷിക്കുന്നുണ്ട്. ഇവനെ കിട്ടിയാൽ എന്തായാലും അറസ്റ്റ് ചെയ്യും, കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് ഇവനെ എന്തായാലും ജയിലിലേക്ക് അയക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അവിടെ നിന്ന് ജാമ്യം എടുക്കാൻ. പക്ഷെ ഞാൻ ഇവനെ ജയിലിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല മഹേഷേ. ഞാൻ അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അതുവരെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, അതുവരെ ഇവനെ എൻ്റെ വീട്ടിൽ നിർത്തണം എന്നല്ലേ നീ പറയുന്നത്? അതിനെന്താടാ, രേവതിയുടെ അനിയൻ എൻ്റെയോ അനിയനും കൂടിയല്ലേ എന്ന് ചോദിക്കാട്ടോ നമ്മുടെ മഹേഷ്. നീ ധൈര്യമായിട്ട് പോയിക്കോടാ സച്ചി, ഇവനെ ഞങ്ങൾ സ്വന്തം അനിയനെ പോലെ നോക്കിക്കോളാന്ന് പറയുമ്പോൾ മഹേഷിന്റെ ഭാര്യ പറയൂട്ടോ, മഹേഷേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി പറയും, ചേച്ചിക്ക് ബുദ്ധിമുട്ടാവോ? എന്താ രേവതി, നിന്റെ അനിയൻ ഞങ്ങളെയും കൂടെ അനിയനല്ലേ? സച്ചിയേട്ടൻ മഹേഷേട്ടന് ചെയ്തു കൊടുത്ത സഹായം ഓർത്ത് ഞങ്ങൾ ഇതെങ്കിലും ചെയ്യണ്ടേ? രേവതിക്ക് അറിയാലോ, സച്ചിയേട്ടനും മഹേഷേട്ടനും ഒറ്റ മനസ്സായെന്ന്. നിങ്ങളെ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ നന്ദിയുണ്ട് ചേച്ചി എന്ന് പറയണേ രേവതി. അപ്പോൾ നമ്മുടെ സച്ചി ശരത്തിന്റെ അടുത്ത് പോയിട്ട് ഫോൺ ഇങ്ങ് വാങ്ങുന്നുണ്ട്. ഇത് സ്വിച്ച് ഓഫ് ചെയ്യണം, ഇത് നിന്റെ കയ്യിലിരുന്നാലേ എപ്പോഴാ പോലീസ് പൊക്കിയതെന്ന് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് മഹേഷിന്റെ കയ്യിൽ ഏൽപ്പിക്കാനിട്ട് ഫോണ്. എന്നിട്ട് ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോഴേക്കും ശരത്ത് സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുകയാണേ. എന്നിട്ട് പറയും, ഞാൻ പോലീസിന് മുൻപിൽ കീഴടങ്ങിക്കോളാം, നിങ്ങൾ എൻ്റെ ചുറ്റും ഇരുന്ന് ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ശരത്ത് അങ്ങ് കരയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ആദ്യം പിടിച്ച് ഓടില്ലായിരുന്നോ? അച്ഛനില്ലെങ്കിലും ആ സ്ഥാനത്ത് നിനക്ക് ഈ ഏട്ടനുണ്ടടാ, നീ വിഷമിക്കാതെ അകത്തേക്ക് പൊയ്ക്കോ. രേവതി, ഇവനെ അകത്തേക്ക് കൂട്ടിയിട്ട് പോന്ന് പറയുമ്പോൾ ശരത്ത് വന്നിട്ട് രേവതിയുടെ കൈ പിടിച്ചിട്ട് പറയും, ചേച്ചി എന്നെ കരുതി ഒരിക്കലും വേദനിക്കരുത് എന്ന്. ഇല്ല മോനെ എന്നും പറഞ്ഞ് മഹേഷിന്റെ ഭാര്യയും രേവതിയും കൂടെ ശരത്തിനെ അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ആ സമയത്ത് സച്ചി ആണെങ്കിൽ മാറി നിന്ന് കരയാണേ. ഇത് കാണുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നീ എന്താടാ ശരത്തിനെ പോലെ തന്നെ ആയോ എന്ന്. അല്ലടാ, അവനെ ആകെ തകർന്നു പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, അവനെന്തെങ്കിലും അവിവേകം ചെയ്യുമോന്ന്. ഏയ് അങ്ങനെയൊന്നുമില്ല, പക്ഷേ നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവൻ്റെ മേൽ വേണം. അവൻ എന്തെങ്കിലും അവിവേകം ചെയ്താലേ ആ കുടുംബം ആകെ തകർന്നു പോവും എന്ന് പറയുമ്പോഴേക്കും ശരത്തിനെ ഉള്ളിലേക്കാക്കിയിട്ട് രേവതി പുറത്തേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നത് രേവതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറയും, പിന്നെ എനിക്ക് രേവതിയെയും നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് നോക്കുന്നത് രേവതിയുടെ മുഖത്തേക്ക് തന്നെ ആയിരിക്കും. രേവതി ആകെ കരഞ്ഞു പോവാണേ. അതും കൂടി കേൾക്കുമ്പോൾ, വാ രേവതി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ശരത്തിനോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത് സച്ചേട്ടാ. എനിക്ക് അവനോട് എന്തിനാ വിരോധം? അവൻ എന്നും നന്നായി കാണണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അന്നേ തീരുമാനിച്ചതാ അവനാണ് ഈ തെറ്റ് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ വീഡിയോ ആരെയും കാണിക്കില്ല എന്ന്. പക്ഷെ എന്ത് ചെയ്യാം, ആ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി വാങ്ങിച്ചു വെച്ച ആ ഫോൺ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ, ഇതെന്താ രേവതി ഫോണോ എന്ന് ചോദിച്ച് നമ്മുടെ സച്ചി വണ്ടി സൈഡാക്കുകയാണ് കേട്ടോ. ഈ പ്രശ്നത്തിന്റെ ഇടയിൽ നീ എന്തിനാ എനിക്ക് ഫോൺ വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയും, സച്ചേട്ടന്റെ ഫോൺ കാണാതായില്ലേ, സച്ചേട്ടന് ഫോണില്ലാതെ എങ്ങനെയാ, എനിക്ക് വാങ്ങിച്ച് തരണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ ഒരുപാട് വിലയായോ എന്ന് ചോദിക്കുകയാണേ. നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സച്ചേട്ടൻ എനിക്ക് വേണ്ടി ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്നെ വിളിക്കുമ്പോൾ എൻ്റെ ചങ്ക പിടയുന്നത്, അതാ ഞാൻ തന്നെ വാങ്ങിയത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ അവനോട് ഒരു വിരോധവും ഇല്ല, അവൻ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചത്, പിന്നെ എന്തിനാ സച്ചേട്ടാ ആ വീഡിയോ ഫോണിൽ തന്നെ വെച്ചിരുന്നത്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, അത് മഹേഷ് പറഞ്ഞിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാതിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിക്കുമ്പോൾ ശരത്തിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവനെ നന്നാക്കാൻ വേണ്ടിയിട്ട്, ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. ശരത്തിനെ അറിയാലോ എൻ്റെ കയ്യിൽ ഈ വീഡിയോ ഉണ്ടെന്ന്. അപ്പോൾ
സച്ചി പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ വീഡിയോ പുറത്തു വിടുമെന്നും ശരത്തിനറിയാം. അതുകൊണ്ട് അവൻ നന്നാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പിന്നെ ആരെങ്കിലും കൈ എന്തിനാ തല്ലി ഒടിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കും ഒരു തെളിവ് വേണമല്ലോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രം ഞാനത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതിരുന്നേ എന്ന് പറയാണ് കേട്ടോ. പിന്നീട് സച്ചി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ രേവതി, എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നപ്പോഴൊക്കെ അത് ലീക്ക് ഔട്ട് ആയിരുന്നില്ല. പക്ഷേ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പിറ്റേത്തെ ദിവസം തന്നെ അത് ലീക്ക് ഔട്ടായി. ആരോ പ്ലാൻ ചെയ്തതുപോലെ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട് കേട്ടോ, അത് എനിക്കും തോന്നി സച്ചിയേട്ടാ, എനിക്കൊരാളെ സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സച്ചി പറയും, ഏയ് അവനല്ലായിരിക്കും, ആന്റണി ആണെങ്കിലേ ഇതിന് മുൻപേ പറഞ്ഞിരുന്നേനെ, അവനായിരിക്കാൻ ഒരു സാധ്യതയില്ല, അത് മറ്റാരോ ചെയ്തതാന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അത് ആരായിരിക്കുന്നു. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ രേവതി പറയും, ഞാൻ എങ്ങനെയാ സച്ചേട്ടാ അവരുടെ മുഖത്തൊക്കെ നോക്കുക എന്നുള്ളത്. അമ്മ എന്തായാലും നമ്മളെ വെട്ടാൻ വേണ്ടിയിട്ട് വാളെടുത്ത് നിൽക്കുന്നുണ്ടാവും. നമുക്ക് അച്ഛനെ കണ്ട് സംസാരിക്കാം. നീയും നിന്റെ അമ്മയും അനിയത്തിയും ഒന്നും തെറ്റ് ചെയ്തവരല്ലല്ലോ. അച്ഛനെ കണ്ട് സംസാരിച്ചാൽ അച്ഛൻ അത് മനസ്സിലാവും എന്ന് പറയാണ്. എന്നിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ചന്ദ്ര തടയുന്നുണ്ട്. നിന്നോട് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, അവൾ ഒരു തെറ്റു ചെയ്തിട്ടില്ല, ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവളും ഈ വീട്ടിൽ ജീവിക്കും എന്ന് പറയണേ. പിന്നീട് ഇറങ്ങടി പുറത്തെന്ന് പറയുമ്പോൾ ഇതേ ഇവളുടെയും കൂടെ വീടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, ആര് പറഞ്ഞു ഇതെൻ്റെ വീടാ, ഇവിടുന്ന് ഇറങ്ങി പൊടിയെന്ന് പറയും, മാറി നിൽക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ കൈയും പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. നേരെ രവിയോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രവി പറയുന്നുണ്ട്, രേവതിയുടെ അനിയൻ ചെയ്ത തെറ്റ് അത് തെറ്റല്ലാതാവുന്നില്ല, നിന്റെ അമ്മ ചെയ്തതും തെറ്റായിരിക്കാം, പക്ഷേ ഇവൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വർഷയും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് രേവതി എല്ലാവരും മുന്നിൽ കൈകൂപ്പി മാപ്പ് പറയാണ് കേട്ടോ. എല്ലാവരോടും മാപ്പ് എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണേ.